അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ഓരോന്നിനോടും യോജിച്ചത് അതിൻ്റെ നേരെ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതുന്നവർ. ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ബഖാ, സഫറത്ത്, ഹാഫൂൻ, ഹഫളത്ത്, ഹമലത്തുൽ അർശി, മുസ്തഹീൽ, കൗനുഹു ഖാദിറൻ. ഒന്നാമത്തേത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതുന്നവർ അതാരാണ്? സഫറത്ത് എന്നുള്ളതാണ്. അപ്പം അതവിടെ എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം അർശിനെ ചുറ്റുന്നവർ. അർഷിനെ ചുറ്റുന്നവരാണ് ഹാഫൂൻ. അപ്പോൾ അവിടെ ഹാഫൂൻ എന്നുള്ളത് എടുത്തെഴുതുക. മൂന്നാമത്തത് ആപത്തുകളിൽ നിന്ന് മനുഷ്യരെ കാക്കുന്നവർ. ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നത് അതാരാണ്? ഹഫളത്ത്. ഹഫളത്ത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഹഫളത്ത് എന്ന് എടുത്തെഴുതുക. നാലാമത്തത് അർഷിനെ ചുമക്കുന്നവർ. ഹമലത്തുൽ അർഷി. ഹമലത്തുൽ അർഷി എന്നാണ് ആ ബ്രാക്കറ്റിലുള്ളതിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തത് സർവശക്തനാവൽ. അതിൻ്റെ അറബിയാണ് എന്ത്? കൗനുഹു ഖാദിറൻ എന്നുള്ളത്. അപ്പോൾ അത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. അവസാനമില്ലാതിരിക്കൽ ബഖാ. ബഖാ എന്നുള്ളത് എടുത്തെഴുതുക. ഇനി അവസാനത്തെ ചോദ്യമാണ് അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത് ഏതാണ്? മുസ്തഹീൽ. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും മുസ്തഹീൽ എന്നുള്ളത് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. വാജിബും മുസ്തഹീലും വേർതിരിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിന് വാജിബായിട്ടുള്ള സിഫത്തുകൾ 20, മുസ്തഹീലായിട്ടുള്ള സിഫത്തുകൾ 20. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിൽ വാജിബായിട്ടുള്ള സിഫത്തുകളും നൽകിയിട്ടുണ്ട്, മുസ്തഹീലായിട്ടുള്ള സിഫത്തുകളും നൽകിയിട്ടുണ്ട്. അപ്പം ഒന്നാമത് വാജിബ് എന്നുള്ളതിൻ്റെ താഴെ വാജിബായിട്ടുള്ള സിഫത്തുകൾ എടുത്തെഴുതുക. രണ്ടാമത്തെ മുസ്തഹീലായിട്ടുള്ള സിഫത്തുകൾ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് മുസ്തഹീലായിട്ടുള്ള സിഫത്തുകളും എടുത്തെഴുതുക. അപ്പം വഹദാനിയത്ത് അത് അള്ളാഹുവിൻ്റെ വാജിബായിട്ടുള്ള സിഫത്തുകളിൽപ്പെട്ടതാണ്. ഹയാത്ത്, ഇറാദത്ത്, കൗനുഹു ഹയ്യൻ, കൗനുഹു മുത്തക്കല്ലിമൻ. ഇത് മുഴുവൻ അള്ളാഹുവിൻ്റെ വാജിബായിട്ടുള്ള സിഫത്തുകളിൽപ്പെട്ടതാണ്. രണ്ടാമത്തത് എഹ്തിയാജ്, ഫനാ, കൗനുഹു അസ്വമ്മ. ഇതൊക്കെ മുസ്തഹീലായിട്ടുള്ള അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തുകളിൽപ്പെട്ടതാണ്. അപ്പം വാജിബായിട്ടുള്ള സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാകൽ നിർബന്ധമായ സിഫത്തുകൾക്കാണ് വാജിബായിട്ടുള്ള സിഫത്തുകൾ എന്ന് പറയുക. അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് മുസ്തഹീലായിട്ടുള്ള സിഫത്തുകൾ എന്ന് പറയുക. അതിന് പുറമെ അള്ളാഹുവിന് ഒരു സിഫത്ത് കൂടെ ഉണ്ട്. അതിനാണ് ജായിസ് ആയിട്ടുള്ള സിഫത്തുകൾ എന്ന് പറയുക. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ പൂർത്തിയാകാതെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ എഴുതണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന. അടുത്തെന്താണ് ഇത്? മാ യുഅ്മറൂന എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മാ യുഅ്മറൂന എന്നുള്ളത് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തത് മലക്കുകൾക്ക് നായ, പന്നി അല്ലാത്ത എല്ലാ രൂപത്തിലും എന്താണ് ബാക്കി? രൂപപ്പെടാൻ കഴിയും. അപ്പോൾ നായ, പന്നി അല്ലാത്ത എല്ലാ രൂപത്തിലും മലക്കുകൾക്ക് എന്താക്കാൻ കഴിയും? രൂപപ്പെടാൻ കഴിയും. അപ്പോൾ അവിടെ രൂപപ്പെടാൻ കഴിയും എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത് ചോദിക്കപ്പെട്ടവൻ അത് സംബന്ധിച്ച് ചോദ്യകർത്താവിനേക്കാൾ ബാക്കി എന്താണ്? വിവരമുള്ളവനല്ല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു മലക്ക് എന്ന് ആദ്യം പറയുന്നില്ല, അവസാനമാണ് അത് മലക്കാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? ആ രൂപത്തിൽ വന്ന സമയത്ത് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യകർത്താവിന് കൊടുത്ത മറുപടിയാണ് എന്ത്? ചോദിക്കപ്പെട്ടവൻ അത് സംബന്ധിച്ച് ചോദ്യകർത്താവിനേക്കാൾ വിവരമുള്ളവനല്ല. അപ്പോൾ അവിടെ വിവരമുള്ളവനല്ല എന്നാണ് എടുത്തെഴുതാനുള്ളത്. ഇനി നാലാമത്തത് അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അവന്
തുല്യമായി യാതൊന്നുമില്ല. അപ്പോൾ അവിടെ തുല്യമായി യാതൊന്നുമില്ല എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി അടുത്ത ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ചോദ്യം 1, തൗഹീദിൻ്റെ കലിമത്ത് ഏതാണ്? അപ്പോൾ തൗഹീദിൻ്റെ കലിമത്ത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ഇനി 2ാമത്തെ ചോദ്യം, വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് ഏതിനാണ്? നമ്മൾ മേലെ പറഞ്ഞതാണ് അല്ലേ? നിർബന്ധമായും അള്ളാഹുവിന് ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്കാണ് വാജിബായിട്ടുള്ള സിഫത്തുകൾ എന്ന് പറയുക. ഇനി 3ാമത്തെ ചോദ്യം, അള്ളാഹുവിന് ജായിസായ സിഫത്തിന് ഒരു ഉദാഹരണം. നമ്മൾ 3 ഉദാഹരണങ്ങളോളം അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഏതെങ്കിലും ഒരു ഉദാഹരണം മാത്രം ആണ് എഴുതാൻ പറയുന്നത്. ഏതൊക്കെയാണ്? ഒരാളെ അള്ളാഹുവിന് സൃഷ്ടിക്കുകയോ സൃഷ്ടിക്കാതിരിക്കുകയോ ചെയ്യാം. ഒരാളെ ധനികനാക്കാം, ആക്കാതിരിക്കാം. ഒരാളെ മുസ്ലിമാക്കാതിരിക്കാം. ഒരാളെ സ്വർഗവാസിയാക്കാം, ആക്കാതിരിക്കാം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ജായിസായിട്ടുള്ള സിഫത്തുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവിടെ എടുത്തെഴുതുക. ഇനി 4ാമത്തെ ചോദ്യം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് എവിടെ വെച്ചാണ്? ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാണ്? 2 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടത്. എവിടെയൊക്കെ വെച്ചിട്ടാണ്? 1 ഹിറാ ഗുഹയിൽ വെച്ചും 2 സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും. 1 ഹിറാ ഗുഹയിൽ വെച്ച്, 2ാമത്തെ സ്ഥലം സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും. ഇനി അവസാനത്തെ 5ാമത്തെ ചോദ്യമാണ്, ഇഹ്സാൻ എന്നാൽ എന്താണ്? അതും ആ മലക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളിൽ പെട്ടതാണ്. ഇഹ്സാൻ എന്നാൽ എന്ത്? ഉത്തരം, അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട്. ഇതാണ് ഇഹ്സാൻ എന്നതിൻ്റെ ഉത്തരം. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗമാണ് 5ാമത്തേത്, അർത്ഥം എഴുതാം. 4 അറബികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അർത്ഥം എഴുതുക. 1ാമത്തേത് തൗഹീദ്. തൗഹീദിൻ്റെ അർത്ഥം എന്താണ്? ഏകദൈവ വിശ്വാസം. അപ്പം തൗഹീദ് എന്നുള്ളതിന് നേരെ ഏകദൈവ വിശ്വാസം എന്ന് എടുത്തെഴുതുക. അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. 2ാമത്തേത് സിഫാത്ത്, വിശേഷണങ്ങൾ. സിഫാത്ത് വിശേഷണങ്ങൾ. 3ാമത്തേത് അഫ്ആൽ, പ്രവർത്തികൾ. അഫ്ആൽ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് പ്രവർത്തികൾ. ഇനി 4ാമത്തേത് ഷിർക്ക്. അപ്പോൾ തൗഹീദിൻ്റെ നേർ വിപരീതമാണ് ഷിർക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തൗഹീദ് ഏകദൈവ വിശ്വാസമാണെങ്കിൽ ഷിർക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം ബഹുദൈവ വിശ്വാസം എന്നുള്ളതാണ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.